പെരിയ ഇരട്ടക്കൊലയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇരട്ടക്കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്ഥലത്ത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് ഇപ്പോഴും തുടരുകയാണ്. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എന്താണ് പ്രതിഷേധക്കാരുടെ തീരുമാനം? തിരിഞ്ഞു പോകാനാണോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നു. വിവരങ്ങൾ. ധന്യ പിരിഞ്ഞു പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. അത് ഡീൻ കുര്യാക്കോസ് പ്രസംഗിച്ച സമയത്ത് വ്യക്തമാക്കിയതുമാണ്. ഞങ്ങൾ തൽക്കാലം സമാധാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മാത്രമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഉണ്ടാവരുത് എന്ന് അദ്ദേഹം
പ്രത്യേക നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ബാരിക്കേഡ് തള്ളിപ്പറച്ചിടാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതോടെയാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. ഏകദേശം അരമണിക്കൂർ മുമ്പും ആണ് പ്രതിഷേധം ആരംഭിച്ചത്. പ്രതിഷേധം ടൗണിൽ നിന്ന് SP ഓഫീസിലേക്കാണ്. വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ട്. ജലപീരങ്കിയും അതുപോലെ തന്നെ ഗ്രനേഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി തന്നെ ഇവിടെ സജ്ജമാണ്. കാസർഗോഡ് ASP ശില്പ ദേവായയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹമാണ് SP ഓഫീസിന്റെ 2 പ്രധാന ഗേറ്റുകളിലും ബാരിക്കേഡ് സ്ഥാപിച്ച് കാത്തു നിൽക്കുന്നത്. എന്തായാലും സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ പോലും ഇപ്പോൾ തൽക്കാലത്തേക്ക് മാർച്ച് ഇപ്പോൾ തീർക്കാൻ തന്നെയാണ് തീരുമാനം. ഇത് പ്രവർത്തകരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തികച്ചും സമാധാനപരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തന്നെയാണ്. ശരി വിനേഷ, പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. മാർച്ചിൽ നേരത്തെ സംഘർഷമുണ്ടായി. ഡീൻ കുര്യാക്കോസിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞ് പോവുകയാണ് എന്നാണ് വിനേഷ് നൽകുന്ന വിവരങ്ങൾ. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. കേസ് CBI അന്വേഷിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. വിനേഷാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകി.